നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അഭിരാമിയുടെ കഴുത്തിൽ അരുൺ മിന്നിയെട്ടിയ വിവരം അറിഞ്ഞ് അമ്മ ശരിക്കും പൊട്ടിത്തെറിച്ചു. പിന്നെ ഇമോഷണലായിട്ട് കുറെ കരഞ്ഞു. അഭിരാമിയുടെ വീട്ടിൽ ആ ഫോട്ടോ കണ്ടത് മുതലാണല്ലോ അമ്മ ഈ വിവാഹം എതിർക്കാൻ തുടങ്ങിയത്. ആ ഫോട്ടോ അതാരാണ്, എന്താണ്, കൂടുതൽ ഡീറ്റെയിൽസ് അന്വേഷിക്കാൻ ഞാൻ തീരുമാനിച്ചു. അമ്മേ, എല്ലാം ഞാൻ അന്വേഷിച്ചു. സത്യത്തിൽ ആ ഫോട്ടോയിൽ കണ്ട ആള് അഭിരാമിയുടെ അച്ഛനല്ല, രണ്ടാനച്ഛനാ. അഭിരാമിയുടെ അച്ഛൻ മരിച്ച ശേഷം അവളുടെ അമ്മയെ രണ്ടാമത് വിവാഹം കഴിച്ചത് അയാളാ. മാത്രമല്ല, വളരെ ദുഷ്ടനായ ഒരു മനുഷ്യനയാള്. അഭിരാമിയെ നിരന്തരം അയാൾ ശല്യം ചെയ്യുന്നുണ്ട്. സത്യത്തിൽ അയാളെ ഭയന്ന അഭിരാമി അവിടെ കഴിയുന്നത്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അഭിരാമിക്ക് അരുൺ ഒരു ആശ്വാസമാണ്. ശരിക്കും വളരെ നല്ല സ്നേഹമുള്ള കുട്ടി അഭിരാമി. അതെ, നീ വാ, വണ്ടി എടുക്ക്. ഇപ്പൊ തന്നെ നമുക്ക് അഭിരാമിയെ കാണണം. അമ്മ പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. മനസ്സിലാക്കാൻ ഒന്നുമില്ല. അഭിരാമി അയാളിൽ നിന്ന്, ആ രണ്ടാനച്ഛനിൽ നിന്ന് നമുക്ക് രക്ഷിക്കണം. അവിടെ ആ വീട്ടിൽ നിൽക്കാൻ അവക്ക് ബുദ്ധിമുട്ടല്ലേ? നമുക്ക് അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാം. അരുൺ അവളെ താലി കെട്ടിയതല്ലേ, അപ്പോ ആ അവകാശം എനിക്കുണ്ട്. നമുക്ക് അരുണിനെ പിന്നെ വിവരം അറിയിച്ചാ മതി. ആദിവാ, നമുക്ക് ഇപ്പൊ തന്നെ അഭിരാമിയുടെ വീട്ടിൽ പോവാം. അമ്മേ, ഇത് രാത്രിയാ, രാവിലെ ആവട്ടെ. ഓ ശരിയാ, രാത്രിയാ, അന്യ വീടും. വേണ്ട, നാളെ നേരം വെളുക്കട്ടെ, നമുക്ക് പോവാം. ആ, അഭിരാമിയെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരണം. അത് നല്ല കാര്യം അമ്മേ, നമുക്ക് പോവാം. ഈശ്വര, എനിക്കിപ്പോഴും ആശ്വാസമായേ. പാവ അരുൺ, അവനെ ഞാൻ വേദനിപ്പിച്ചു. അല്ല അമ്മ, ആദ്യം എന്താ ഈ ബന്ധം എതിർത്തത്? ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അഭിരാമിയുടെ ആ രണ്ടാനച്ഛന അമ്മയ്ക്ക് പ്രശ്നം. ആരായാള്? അമ്മ ആരായാള്? ആ ആളാണ് അഭിരാമിയുടെ അച്ഛനെന്ന് അറിഞ്ഞപ്പോ അമ്മ എതിർത്തെന്തിനാ? അമ്മേ പറ, ആരായാള്? എന്താ കാര്യം? അമ്മേ, ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.